നമ്മളെ ഈ രൂപത്തിലുള്ള കിണർ ഈ രൂപത്തിലേക്ക് മാറ്റുന്ന ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. ഈ കാണുന്ന ഈ റിങ് നമ്മൾ പൊളിച്ചിട്ടാണ് നമുക്ക് ചെങ്കല്ലിലേക്ക് ആക്കേണ്ടത്. 6 റിങ്ങിൻ്റെ അടുത്ത് ഏകദേശം ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഈ കിണറിൻ്റെ ആഴം 9 കോലാണ്. ഇതൊരു പഴയ തറവാടിൻ്റെ ഒരു കിണറാണ്. പഴയ തറവാടെന്നാൽ ചെറിയൊരു തറവാടിൻ്റെ കിണർ. അപ്പോൾ നമ്മൾ സാധനമൊക്കെ ഇറക്കുകയാണ്. മുകളിലുള്ള 4 റിങ് ഞങ്ങൾ പലക വെച്ചിട്ട് വലിച്ച് കയറ്റിയതാണ്. അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള ഞങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. ഫുള്ളായിട്ട് റിങ് എടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇടിയുന്നത് അതിനോട് അടിയിൽ ലേശം ലൂസ് ഉണ്ട്. അതുകൊണ്ട് ഫുള്ള് റിങ് എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കഴിയുന്നിടത്തോളം ഞങ്ങൾ റിങ് ഏകദേശം എടുത്തിട്ടാണ് ഈ പടവ് ചെയ്യുന്നത്. അതാ പറഞ്ഞാൽ ആ റിങ് കയറ്റുന്ന വീഡിയോ എടുക്കേണ്ടിയിരുന്നു. പോയത് പോട്ടെ. റിങ് പൊളിച്ചതിന് ശേഷം നമ്മൾ പാക്ക് വെച്ചിട്ടാണ് കെട്ടിയത്. പാക്ക് കാരണം ചെത്താതെയാണ് ഞങ്ങൾ പാക്ക് വെച്ചത്. അതിൻ്റെ ആവശ്യമുള്ളൂ, ചെത്തൻ്റെ ആവശ്യമില്ല. റിങ്ങിനോട് ചേർന്നിട്ടാണ് പാക്ക് വെക്കുന്നതിനോട് പാക്ക് ചെത്തൻ്റെ ആവശ്യമില്ല. പിടിയും വലിയും കൂടും. കിണറിൻ്റെ സൈഡിൽ പൊട്ട് കഷ്ണം കല്ലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പാക്ക് പോലെ ആക്കിയിട്ടാണ് ബാക്കി ഞങ്ങൾ വേവിച്ചിലിട്ടത്. JCB വെച്ച് മാന്തിയതിനോണ്ട് കുറച്ച് അത്യാവശ്യം നല്ലോണം മണ്ണ് നിറയ്ക്കാണ്ടായിരുന്നു. കിണർ JCB വെച്ച് മാന്തിയതുകൊണ്ടാണ് നമുക്ക് മണ്ണ് നിറയ്ക്കാൻ കൂടുതലുണ്ടായത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ചെറിയ പീസ് ചെങ്കല്ലൊക്കെ വെച്ച് പാക്ക് പോലെ ആക്കിയിട്ട് നമ്മൾ കെട്ടേണ്ടി വന്നത്. ബാക്കിലാണ് കെട്ടിയത്. അതിനുശേഷം ഞങ്ങൾ വേവിച്ചിലിട്ട് നിറച്ച് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. നാല് പടവും 2 വരി ഹോളോ ബ്രിക്സും വെച്ചിട്ട് നമ്മളിങ്ങനെ ആക്കിയത്. 4 പടവ് ചെങ്കല്ലാണ്, 2 വരി ഹോളോ ബ്രിക്സും.